ബാക്ക് ടു യാൻസൂൺ ടോക്സ്. യാൻസൂൺ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളക്കര മൊത്തത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതെ, എന്താണ് എന്നുള്ളത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോ കൂടുതൽ ഞാൻ സംസാരിക്കാതെ തന്നെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഈ വരുന്ന ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 19 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇത് 4 വർഷം മുമ്പ് സർക്കാരിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഒരുപാട് നടന്മാരെ കുറിച്ച്, മുൻനിര നടന്മാരെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരുപാട് രാത്രി പെൺകുട്ടികളുടെ ഡോറിൽ മുട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ 17 സീനുകളിൽ റീടേക്ക് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള തരത്തിലാണ് ഇതിന്റെ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അമ്മ സംഘടന, താരസംഘടന ഒരുമിച്ച് നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉത്തരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി സമ്പത്ത് എന്ന ഒരു പെൺകുട്ടി, തീർച്ചയായിട്ടും രേവതി സമ്പത്തിനെ പോലെയുള്ള പെൺകുട്ടികളെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു ട്രോമയിൽ നിന്നുമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓവർകം ചെയ്ത്, അല്ലെങ്കിൽ ഇനിയും റിക്കവർ ചെയ്യാനുണ്ടായിട്ട് വരെ ഇത് തുറന്നു പറയാൻ കാണിച്ച ആ കുട്ടിയുടെ ധൈര്യത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ആ കുട്ടിയെ തുറന്ന് സംസാരിച്ചതിന് തീർച്ചയായിട്ടും നമ്മൾ സല്യൂട്ട് ചെയ്യണം. അപ്പോ രേവതി സമ്പത്ത് എന്ന പെൺകുട്ടി നടൻ സിദ്ദീഖിനെതിരെ വലിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആരോപണം എന്ന തരത്തിലൊക്കെ പറയെങ്കിൽ കൂടി തന്നെ ശരിക്കും അത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും, അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ, പല ആക്ഷൻസും ഇയാൾ ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത്, എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത്, നീ ഇത് പുറത്തു പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നിന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ, നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും തോന്നിയില്ലേ എന്നുള്ളതാണ്. ഇവിടെ പവർ ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത്. ഒരു പ്രോബ്ലവും ഇല്ല, ഇതെല്ലാം വളരെ മിത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇമാജിനേഷൻ ആണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഒരു ഡ്രീം ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരാളെ ട്രാപ്പിലാക്കി എനിക്കതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് അമ്മ ജനറൽ സെക്രട്ടറിയായ സിദ്ദീഖിനെതിരെയാണ് ഈ കുട്ടി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. തന്നെ റൂമിൽ വന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു. അതായത് തന്നെ റൂമിലേക്ക് ക്ഷണിച്ചു. വളരെ പ്രൊഫഷണലിസത്തോടു കൂടി സിനിമയെ കാണുന്ന ഒരു പെൺകുട്ടി തന്റെ +2 കാലഘട്ടത്തിൽ, +2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം സ്വപ്നങ്ങൾ ഉണ്ടാകും. ആ സ്വപ്നം തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ കുട്ടിയുടെ ജീവിതം വല്ലാത്തൊരു തരത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും പുറത്തിത് പറയാൻ സാധിക്കാത്ത തരത്തിൽ ആ കുട്ടി അകപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടാണ് ആ പെൺകുട്ടിയോട് നടൻ സിദ്ദീഖ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സിദ്ദീഖ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ കൂടി തന്നെ ഇവരൊക്കെ ഒരു ക്രിമിനൽ ആണ് എന്ന തരത്തിലേക്ക് പോലും കൂട്ടി വായിക്കാൻ വേണ്ടി സാഹചര്യം അത്തരത്തിലേക്കാണ് എത്തിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പെൺകുട്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ഈ ഒരു സംസാരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്ര പ്രയാസപ്പെട്ടാണ്, തൊണ്ട ഇടറിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. ആസ് എ സർവൈവർ ഇത്തരം സിറ്റുവേഷൻസുകൾ പുറത്തു പറയുക, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ, ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് പുറത്തു പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു റെവല്യൂഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടും. കാരണം അത് തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ധൈര്യം വേണം. പ്രത്യേകിച്ചും ഇതുപോലെ സിനിമാ ഫീൽഡിൽ ഒരുപാട് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കൂട്ടത്തിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ തനിക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അവിടെ പോലും കൃത്യമായി ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്,
ഹാഷിം പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഇനി പരാതി നൽകാനാണോ? ആ പെൺകുട്ടി പറയുന്ന ഒരു ഉത്തരവുണ്ട്, പരാതി നൽകുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്കിനി കുറച്ചേ ഉള്ളൂ എന്റെ ലൈഫ്. അപ്പൊ എനിക്കത് എന്റെ ലൈഫ് എന്റെ സെൽഫിന് വേണ്ടി ജീവിക്കണം. പരാതി നൽകി എനിക്ക് എന്റെ സമയം ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഓൾറെഡി തന്നെ ഞാൻ ഒരുപാട് ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഇതെന്നെ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ഇനിയും ഇതേ കാര്യം തന്നെ വീണ്ടും അതേ ട്രോമയിലേക്ക് തന്നെ ഞാൻ എന്നെ തന്നെ തള്ളിവിടുമ്പോ എനിക്ക് മുന്നോട്ടുള്ള ജീവിതം അതാണ് അവിടെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്. സിനിമയിൽ അഭിനയിക്കണം എന്ന മോഹം, അതായത് ഏതൊരു പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഏതൊരു വ്യക്തികൾക്കും ഉണ്ടാവുന്ന അവരിഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനിനോട്, അവരിഷ്ടപ്പെട്ട ഒരു സ്വപ്നം അത് കണ്ട് അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാം സ്വപ്നത്തിനു മുകളിൽ ചവിട്ടി അരച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നടന്മാരുണ്ട്. അപ്പം ജനറൽ സെക്രട്ടറി അമ്മ സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇറങ്ങിയ സമയത്ത് പോലും ഇദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടില്ല, ഇതിനെ കൃത്യമായി പഠിച്ചിട്ട് പറയാം, തീർച്ചയായിട്ടും നടപടി എടുക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇത്തരത്തിലൊരു പെൺകുട്ടിയോട് മാനസികമായി ആ കുട്ടിയെ പീഡിപ്പിച്ചു, ശാരീരികമായി ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് തന്നെ പറയാം. ആ തരത്തിൽ അദ്ദേഹം ചെയ്തിട്ട് എത്ര ധൈര്യത്തോടെയാണ് അദ്ദേഹത്തിന് മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, ഇതിനെതിരെ നിങ്ങൾക്ക് ഇതിൽ എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്, എന്താണ് നിങ്ങളുടെ പക്ഷം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നടപടി എടുക്കുന്നതായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുപോലൊരു കൊടും കുറ്റം ചെയ്തിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഇതുപോലെയുള്ള ഒരുപാട് പുരുഷാധിപത്യം അവിടെ നടക്കുന്നുണ്ട് എന്ന വലിയൊരു വസ്തുതയിലേക്കാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും ഇത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല പലയിടങ്ങളിലുണ്ട് എന്നൊക്കെ ഇപ്പൊ വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. പാർവതി തെരുവോത്ത് പോലെയുള്ള ഒരു ആക്ട്രസ് ആണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോ ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കിതിൽ ഡിഫമേഷൻ കൊടുക്കും, അതുകൊണ്ടാണ്, പക്ഷെ ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് അറിയിക്കുക എന്നത് മാത്രമായിരുന്നു എന്നുള്ളത്. എന്നാൽ അവർ ഹേമ കമ്മിറ്റി ഇവിടെ തിരികൊളുത്തിയിട്ടുള്ളത് ഒരുപാട് പെൺകുട്ടികളുടെ സ്വപ്നം നഷ്ടപ്പെട്ടു പോയി, അവർക്കൊരു കൈത്താങ്ങാവുക എന്നതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം ഒരിക്കൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോലും ഇത്രത്തോളം ഭയാനകമായൊരു സാഹചര്യം അത് സൃഷ്ടിക്കുമെന്ന് മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ മീനു കുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അതേപോലെ തന്നെ ഒരു നടി ഇതേപോലെ ഒരു കാര്യം ജയസൂര്യയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി കേൾക്കാം. ജയസൂര്യയെ കുറിച്ചും മുകേഷിനെ കുറിച്ചുമാണ് ഇവർ പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ പെൺകുട്ടികൾ തുറന്നു പറയുന്ന സമയത്ത്, സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് വളരെ ആധികാരികമായും അവരുടെ ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് തുറന്നു പറയുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്, എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ട്രോമയിൽ നിന്നും പുറത്തു വരാത്തോടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തുറന്നു പറയാൻ കഴിയുക? പ്രത്യേകിച്ചും ഓപ്പോസിറ്റിൽ ഇരിക്കുന്നത് ഇത്രയും പവർ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്ന അംഗങ്ങളാകുമ്പോൾ എങ്ങനെയാണ് നമുക്കത് പറയാനുള്ള മാനസിക ധൈര്യം ഉണ്ടാവുക? ഇനി മാനസിക ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ എത്ര പേര് നമ്മുടെ കൂടെ നിൽക്കും? ഇനി അത് എന്താണ് സത്യമാണെങ്കിൽ പോലും എത്ര പേര് നമ്മൾക്കൊപ്പം നിൽക്കും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും ഭയന്ന് മിക്ക പെൺകുട്ടികളും ഒരുപക്ഷെ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവരുടെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല, അവരുടെ ഓരോ കാര്യങ്ങളെയും, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഓരോ സംഗതികളെയും എല്ലാം ഇത് ചോദ്യം ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഇവർ ഭയന്നത് കൊണ്ടാണ് ഇവർക്ക് പല കാര്യങ്ങളും പുറത്തു പറയാൻ സാധിക്കാത്തത്. എന്നിരുന്നാലും മീനു കുര്യന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. പുള്ളിക്കാരൻ്റെ അത്രയും ആ കെട്ടിപ്പിടുത്തത്തിലും ആ ഒരു ചുംബനത്തിലും പുള്ളിക്കാരൻ സാറ്റിസ്ഫൈ ആയി കാണും, നമ്മൾ അത്ര വൂണ്ടഡ് ആയി കാണും. നമ്മുടെ വിത്തൗട്ട് മൈ കൺസെന്റ് ചെയ്തിട്ട് അത് ഭയങ്കര ഒരു ഇപ്പോഴും നമുക്ക് എന്തിനാ നടന്നു പോലെ. പിന്നെ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് അല്ലേ? അതെ, ഇത് ജയസൂര്യയിൽ നിന്ന് എന്ന് പറയുന്ന, നമുക്ക് അതിനു മുൻപ് ജയസൂര്യ എന്ന നടനെ കുറിച്ച് ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ മനസ്സിൽ. അദ്ദേഹം മാന്യനാണ്, എല്ലാം വിളിച്ചിട്ടുണ്ട്, വാ ഡിന്നറിന് പോവാന്നൊക്കെ. അപ്പം അതിൽ നിന്ന് ഞാൻ പിന്നെ ഫോൺ എടുക്കാണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഈ അമ്മയിൽ
അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ അവർ തരാൻ തയ്യാറായില്ല. അപ്പോൾ പുള്ളി പറയാം, നീ ഞാൻ അറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കിയോ, നിനക്ക് കൊടുക്കാൻ പറ്റിയ ബുദ്ധിമുട്ടല്ലേ, നീ കൊടുക്കണ്ടടി, കൊടുക്കണ്ട, നീ എന്നാ മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അടച്ചു വെച്ചു, ആർക്കും കൊടുക്കണ്ടെന്ന്. ഞാൻ ഭയങ്കര ഇതിൽ മീനു കുര്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ജയസൂര്യ തന്നോട് ചെയ്തത് എന്താണെന്നുള്ളത്, വിത്തൗട്ട് കൺസെന്റ് ചെയ്ത കാര്യം. അതേപോലെ തന്നെ മുകേഷ് വിത്തൗട്ട് കൺസെന്റ് ചെയ്തു എന്നത് മാത്രമല്ല, മുകേഷ് വളരെയധികം ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലാണ്, ഒരു അതോറിറ്റി ഫീൽ ചെയ്തു എന്നുള്ള തരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നമ്മളുടെ കൺസെന്റ് ഇല്ലാതെ തൊടുന്നു എന്നുള്ളത് തന്നെ ഒരു തെറ്റ്. അതിലപ്പുറത്തേക്ക് ഡിമാൻഡ് ചെയ്യുന്നു, അതായത് നിനക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ. പലപ്പോഴും പല പെൺകുട്ടികളും ഇതിന് ഇത്തരം ചൂഷണത്തിന് ഇരയാകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വപ്നത്തിൽ അവർ എത്തിച്ചേരാൻ അവർ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഒരുപാട് പേര്, അപ്പൊ ഇവർ പറയുന്നുണ്ട്, അതിനുശേഷം ഞാൻ മലയാളം ഫീൽഡ് തന്നെ വിട്ടു. അവർ കേരള കൗമുദിയിൽ ജസ്റ്റ് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആരാണ് നടനെന്നോ നടിയെന്നോ, അതായത് താൻ ഇത് അനുഭവിക്കുന്നു, ആരാണ് ഇതിന്റെ പിന്നിലെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരോട് ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ടാണ് 13 വർഷം മുമ്പ് നടന്ന കാര്യം അവർ ഇത്രയും ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ്. ആ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത്തരം സമയത്ത് നമ്മൾക്ക് അവരോടൊപ്പം സോളിഡാരിറ്റി, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആസ് എ വുമൺ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമുക്കറിയാം, ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഇത്തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിന് നേരിടുന്ന സമയത്ത് നമ്മൾ എത്തുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. സൈക്കോളജിക്കലി തന്നെ അത് ഒരുപാട് നമ്മളെ എഫക്ട് ചെയ്യും, ഫിസിക്കലി എഫക്ട് ചെയ്യും, അതേപോലെ തന്നെ മാനസികമായും അത് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ നമുക്ക് ഒരുപാട് ട്രോമ റെസ്പോൺസസ് ഉണ്ടാവും, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ഇഷ്യൂസ്, ഇങ്ങനെ പല തരത്തിലായിരിക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ തെറാപ്പി എടുത്തിട്ടും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടും സൈക്കാട്രി, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിനെയും കണ്ടിട്ടായിരിക്കും നമ്മൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ മറികടന്ന് ഓവർകം ചെയ്ത് നമ്മൾ എന്നൊരു ലൈഫിനെ സെൽഫിലോട്ട് എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പുറത്തു പറയുന്ന സമയത്ത്, സൈബർ ആക്രമണം ഇത്തരത്തിലുള്ള സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന സമയത്ത് അത് എത്രത്തോളം വേദനിപ്പിക്കുന്നതായിരിക്കും. ഈ മിനു കുര്യൻ എന്ന് പറഞ്ഞവർ പറയുന്നുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ടായിരുന്നു പ്രസ്തുത ആക്ടേഴ്സിനെ പറ്റിയിട്ട്. പക്ഷെ അതെല്ലാം മാറി. അവര് അമ്മ സംഘടനയിൽ കയറാൻ വേണ്ടിയിട്ട്, സിനിമ അവസരത്തിന് പോലുമല്ല, അമ്മ സംഘടനയിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ പോലും അവിടെ പോലും അവർക്ക് ഇത്തരത്തിൽ ബെഡ് ഷെയർ ചെയ്യണം എന്ന തരത്തിലൊരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വല്ലാത്തൊരു സിറ്റുവേഷൻ ആണത്. എത്രത്തോളം നമുക്ക് അതിനൊരു വാക്ക് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് എങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റുക, എത്രത്തോളം മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം തന്റെ ജീവിതത്തിൽ അമ്മയുടെ ഒരു ഭാഗമാവണം, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്ന ഒരു സ്വപ്നവുമായിട്ട് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ബെഡ് ഷെയർ ചെയ്യണമെന്നും ഇങ്ങനെ ആക്കണമെന്നും എന്നൊക്കെ പറയുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് നീ മെഴുകുതിരി കൊണ്ട് അടച്ചു വെച്ചോ എന്ന്. അതായത് അത്രത്തോളം ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. അത്രത്തോളം ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റുമോ, അത്രയും സ്ത്രീ വിരുദ്ധത, കംപ്ലീറ്റ് സ്ത്രീ വിരുദ്ധത, ആ തരത്തിലാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുഖങ്ങൾ, ഇത്തരത്തിൽ നമ്മുടെ മുന്നിൽ പല സൂപ്പർ സ്റ്റാറുകളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു, തീർച്ചയായിട്ടും സിനിമയിൽ അഭിനയിക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തവരെ നമ്മൾ പ്രോത്സാഹിക്കുന്നുണ്ട്. അവരുടെ തരത്തിലുള്ള പ്രോഗ്രാംസിനെയും അല്ലെങ്കിൽ അവർ അഭിനയിച്ചു വെച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളെയും നമ്മൾ മനോഹരമായി നല്ല തരത്തിൽ തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ ഇവർ അതിന്റെ പുറമെ ചെയ്യുന്ന പല പെൺകുട്ടികളുടെയും ജീവിതം ഇത്തരത്തിൽ പിച്ച് ചീന്തുന്നു എന്ന് തന്നെ പറയാം. പല പെൺകുട്ടികളുടെയും സ്വപ്നം ഇതുപോലെ തകർത്ത് വല്ലാത്ത തരത്തിലേക്ക് അവരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പ്രതികരിക്കണം. അപ്പൊ പറയും, ഓക്കെ, ഇനി ഇവർക്ക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത്, ഇവർ പല നടന്മാരെ പറ്റിയും ആരോപണം പറയും, ഇവരുടെ ലക്ഷ്യം പണമാണ്. എന്തിന്? പണമല്ല ഇവരുടെ ലക്ഷ്യം. ഇവർ അനുഭവിച്ചത് ഇനി മറ്റൊരാൾ അനുഭവിക്കാതിരിക്കാൻ, ഇതൊക്കെ ഇവിടെ നടക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ, പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ഇത് അറിയുക എന്ന തരത്തിലാണ് അവർ നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഇത്തരം ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മാനസികാവസ്ഥയും അവൾ അനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതയും എത്രത്തോളമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊരുപാട് സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അവരോടൊപ്പം നിങ്ങൾ നിൽക്കുക. ഒരിക്കലും നിങ്ങൾ ഇത് എന്തുകൊണ്ട് ലേറ്റ് ആയി, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഇപ്പൊ പറഞ്ഞു,
ദയവ് ചെയ്ത് അവരോട് അത് ചോദിക്കരുത്. അത് നിങ്ങൾ അവരെ ഒരു ട്രോമയിൽ നിന്നും മറ്റൊരു ട്രോമയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് എന്ന് പറയാം. അപ്പൊ ആ തരത്തിലേക്ക് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അപ്പം ഇനി ഇതുപോലെ ഇതിനെ ബന്ധപ്പെടുത്തി തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും വരാനുണ്ട്. പ്രത്യേകിച്ചും റിയാസ് ഖാനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ബാബുരാജിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നടന്മാരെ കുറിച്ച് ഇത്തരത്തിൽ വരുന്നുണ്ട്. ഇനിയുള്ള വാർത്തകൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് വീഴ്ച പറ്റിയെന്ന തരത്തിലാണ് പൃഥ്വിരാജ് പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് വീഴ്ച പറ്റിയത് തന്നെയാണ്. അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാനും കേൾക്കാനും സാധിക്കുക? തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ളതിനെതിരെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞ സിദ്ദീഖ് തന്നെ യഥാർത്ഥ വില്ലനായി മാറുമ്പോൾ എത്ര വേദനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സിദ്ദീഖിനെ പോലെയുള്ള ഒരു ആക്ടറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് എത്ര വേദന ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വേദന ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പെൺകുട്ടികൾ ഇത് കാരണം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ചൂഷണത്തിന് അവർ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു പെൺകുട്ടിയും ഇത്തരത്തിലുള്ള ചൂഷണത്തിന് ഇരയാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ജിൽവ ജാൻസും സൈനിങ് ഓഫ്.